നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി ആകുവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം എപ്പോഴാണ്? ഇതാണ് യൂഷ്വലി ആളുകൾ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, മെൻസ്ട്രുവൽ സൈക്കിളിൽ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. എന്നാണോ പീരീഡ് ആവേണ്ടത് അതിന് 14 ദിവസം മുമ്പ്, അതാണ് ഓവുലേഷൻ്റെ സമയം. ആ ഡേറ്റ് ഫിക്സ്ഡ് ആണ്. അതിന് മുമ്പുള്ള ടൈമിനെ നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും. ഓവുലേഷൻ നടന്നു കഴിഞ്ഞുള്ളത് ലൂട്ടിയൽ ഫേസ്. ഉദാഹരണത്തിന്, ഒരു സ്ത്രീക്ക് ഒരു 30 ദിവസം സൈക്കിളുള്ള, 1-ാം തീയതി പീരീഡ് വന്നു, അടുത്ത മാസം 1-ാം തീയതി ആണെങ്കിൽ അവളുടെ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 30 ദിവസമാണ്. അപ്പോൾ 14 ദിവസം മുമ്പ്, അതായത് 16-ാമത്തെ ദിവസമായിരിക്കും യൂഷ്വലി ഓവുലേഷൻ നടക്കുക. ഈ മെൻസ്ട്രുവൽ സൈക്കിൾ 35 ദിവസമാണെങ്കിൽ ഈ ഓവുലേഷൻ്റെ ഡേറ്റ്, അതായത് 14 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ 21-ാമത്തെ ദിവസം. അപ്പോൾ ആദ്യത്തെ 21 ദിവസം ഫോളിക്കുലാർ ഫേസും അവസാനത്തെ 14 ദിവസം ലൂട്ടിയൽ ഫേസും. ഈ ഫോളിക്കുലാർ ഫേസാണ് ഓരോ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെയും ഡ്യൂറേഷന് വേരിയേഷൻ വരുന്നതനുസരിച്ച് വ്യത്യാസം വരിക. അപ്പോൾ ഈ ഓവുലേഷൻ നടന്നാൽ നമുക്കറിയാം, ഈ അണ്ടത്തിന് 24 അവേഴ്സാണ് യൂഷ്വലി ഫെർട്ടിലൈസ്ഡ് ആകാനുള്ള കപ്പാസിറ്റി ഉള്ളത്. എന്നാൽ സ്പേം, ബീജം ഉള്ളിലുണ്ടെങ്കിൽ അതിന് 3 മുതൽ 5 ദിവസം വരെ ലൈഫുണ്ട്. അതുകൊണ്ട് സാധാരണ ഈ ഓവുലേഷൻ്റെ ഡേറ്റിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനുള്ള പല മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന്, ബോഡിയിൽ വരുന്ന ചില ചേഞ്ചസ്, പെയിന്, വാട്ടറി ഡിസ്ചാർജ്, അതുപോലെ തന്നെ ചില LH കിറ്റുകൾ, ഓവുലേഷൻ കിറ്റുകളുടെ ഉപയോഗം, അതുപോലെ ടെമ്പറേച്ചർ നോക്കി ഓവുലേഷൻ നടന്നു എന്നറിയുക, അൾട്രാസൗണ്ട്, ഇങ്ങനെ പല പല മെത്തേഡ്സ് വഴി നമുക്ക് ഓവുലേഷൻ എന്ന് നടക്കുന്നുവെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട്. സാധാരണ നമ്മൾ പറയുക, ഒരു സാധാരണ പീരീഡുള്ള സ്ത്രീയാണെങ്കിൽ അവൾക്ക് ഓവുലേഷൻ 30 ദിവസത്തെ സൈക്കിളാണെങ്കിൽ 16-ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും. സാധാരണ നമ്മൾ പറയുക അതിനൊരു 5 ദിവസം മുമ്പ്, അതായത് ബീജത്തിന് ഉള്ളിൽ 5 ദിവസം വരെയും ലൈവായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഒരു 11-ാമത്തെ ദിവസം മുതൽ 16-ാമത്തെ ദിവസം വരെയുള്ള സമയവും, ആ 16-ഉം 17-ഉം, അതായത് ഓവുലേഷൻ വന്നു കഴിഞ്ഞാൽ അന്നും അതിൻ്റെ പിറ്റേ ദിവസവും, അപ്പോൾ 11 മുതൽ 17 വരെ ആ ഒരു 6-7 ദിവസമാണ് ഫെർട്ടിലൈസ്ഡ് ആവാനുള്ള, പ്രഗ്നൻ്റ് ആവാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം. പക്ഷേ ഇതിൽ ഏറ്റവും മാക്സിമം ഫെർട്ടിലിറ്റി പീരീഡ് നമ്മൾ പറയുക ഓവുലേഷൻ എന്ന് നടക്കുന്നോ അതിന് 2 ദിവസം മുമ്പും, ആ ഓവുലേഷൻ നടന്ന ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും, അതായത് ആ 4 ഡേയ്സാണ്. അപ്പോൾ ഈ 30 ഡേ സൈക്കിളുള്ള ലേഡിയോട് നമ്മൾ 16-ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുകയാണെങ്കിൽ ആ 14 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഈ പ്രഗ്നൻസിയുടെ ഏറ്റവും ബെസ്റ്റ് സാധ്യത. പക്ഷേ നമ്മൾ യൂഷ്വലി കാണാറുള്ളത്, ഇങ്ങനെ നമ്മൾ ഓവുലേഷൻ ഇന്ന ദിവസം നടക്കും എന്ന് പറഞ്ഞ് അവരോട് ആ സെക്ഷുവൽ ആക്റ്റിൽ പെർഫോം ചെയ്യാൻ അവർക്ക് പലപ്പോഴും പറ്റാറില്ല. പലതരത്തിലുള്ള അവരുടെ ആ ആങ്സൈറ്റിയും ആ സ്ട്രെസ്സും ഒക്കെ കാരണം സാധാരണ ഈ സെക്ഷുവൽ റിലേഷൻ പ്രോപ്പറായിട്ട് നടക്കാറില്ല. പലപ്പോഴും നമ്മൾ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഓവുലേഷൻ നടന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടു കഴിഞ്ഞാലും പേഷ്യൻ്റ് പിന്നെ വന്ന് പറയും, ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇതിനാൽ നമ്മൾ ഈ ഓവുലേഷനെക്കുറിച്ച് സ്ട്രെസ്ഡ് ആവാതെ സാധാരണഗതിയിൽ എവരി അതർ ഡേ കോൺടാക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഓവുലേഷൻ എന്നാണെന്നുള്ളതിനെക്കുറിച്ച് ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല. ഉദാഹരണമായിട്ട്, നേരത്തെ ഓവുലേഷൻ ഈ 30 ദിവസം സൈക്കിളുള്ള ഒരു ലേഡിക്ക് 16-ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുകയാണ്, അവരോട് നമ്മൾ പറയും, ഒരു 10-ാം ദിവസം മുതൽ ഒരു 18 ദിവസം വരെയെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് ഡേ കോൺടാക്റ്റ് ചെയ്യുക. അത് എന്ന് ഓവുലേഷൻ നടക്കുന്നു എന്നൊന്നും സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം അല്ല 2 പ്രാവശ്യമെങ്കിലും മിനിമം കോൺടാക്റ്റ് ചെയ്താൽ, അപ്പം പ്രത്യേകിച്ച് ദൂരെ 2 ഡിസ്ട്രിക്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു സൺഡേ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വെനസ്ഡേ അല്ല തേഴ്സ്ഡേയും കൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഓവുലേഷനെ കുറിച്ചുള്ള വറി ഇല്ലാതെ തന്നെ പ്രഗ്നൻസിക്ക് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ പല ഓവുലേഷൻ കിറ്റുകളുടെയൊക്കെ ഉപയോഗം, പ്രത്യേകിച്ച് ഇതുപോലെ പ്രൊഫഷണൽസ് ദൂരെയുള്ളവർക്കൊക്കെ ഇതനുസരിച്ച് ഓവുലേഷൻ ഒന്ന് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കാണുന്നത് ഈ സ്ട്രെസ് ഇല്ലാതെയുള്ള കോണ്ടാക്റ്റാണ്. എവരി അതർ ഡേ അല്ലെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. അടുത്ത ഫ്രൈഡേ നമുക്ക് പുതിയൊരു സെഷനുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.